നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമുക്ക് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് എവിടെയാണെന്ന് അറിയാമോ? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല പേര് എന്തായിരുന്നു? നാണു എന്നായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല പേരെന്തായിരുന്നു? നാണു എന്നായിരുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? മാടനാശാൻ. ശ്രീനാരായണ ഗുരുദേവന്റെ പിതാവിന്റെ പേര് മാടനാശാൻ. അതുപോലെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരെന്തായിരുന്നു? കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുവിന്റെ മാതാവിന്റെ പേരെന്തായിരുന്നു? കുട്ടിയമ്മ എന്നായിരുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല ഗുരു ആരായിരുന്നു? പേട്ടയിൽ രാമൻ പിള്ള ആശാനായിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായതുകൊണ്ട് തൈക്കാട് അയ്യാഗുരു ഏതു പേരറിയപ്പെടുന്നു? ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരു ആരാണ്? തൈക്കാട് അയ്യാഗുരുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആൻസർ ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവനെ ആദ്യമായിട്ട് കേരള ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? ശ്രീനാരായണ ഗുരുദേവനാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ചത് മരുത്വാമലയിലുള്ള പിള്ളത്തടം ഗുഹകളിലായിരുന്നു. ഓർത്തു ചൂടുക. ശ്രീനാരായണ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ചെവിടെയായിരുന്നു? മരുത്വാമലയിലുള്ള പിള്ളത്തടം ഗുഹകളിലാണ്. പിള്ളത്തടം ഗുഹകൾ, മരുത്വാമല. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് കാവി ധരിച്ചത് എന്നായിരുന്നു? 1918 ശ്രീലങ്ക സന്ദർശിച്ചപ്പോഴായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് കാവി ധരിച്ചത്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ 1903 മെയ് 15 SNDP സ്ഥാപിച്ചു. 1903 മെയ് 15 SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ തന്നെ SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആൻസർ ശ്രീനാരായണ ഗുരു. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അതുപോലെ 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുന്നത്. 1922. 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചത്. 1925 ആണ് ശ്രീനാരായണ ഗുരുവിനെ ആര് സന്ദർശിക്കാനിടയായത്? ഗാന്ധിജി സന്ദർശിക്കാനിടയായത്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള മലയാളി ആരെന്ന് ചോദിച്ചാൽ ആൻസർ ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിലിറങ്ങിയ സിനിമയാണ് യുഗപുരുഷൻ. കേട്ടോ, ഓർത്തു ചൂടുക. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിലിറങ്ങിയ സിനിമ യുഗപുരുഷൻ. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഥമ ശ്രീനാരായണ ഗുരു പീസ് പ്രൈസ് നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശശി തരൂരാണ്. ആരാണ്? ശശി തരൂരാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണെന്ന് അറിയാം? എവിടെയാണ്? കൊല്ലം. എവിടെയാണ്? കൊല്ലമാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ. അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അതുപോലെ തന്നെ 1888 അദ്ദേഹം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ഈ സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ. ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന് ആര് പറയുകയുണ്ടായി? ശ്രീനാരായണ ഗുരുദേവൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ 1913 ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ അദ്വൈതാശ്രമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഓം സാഹോദര്യം സർവത്ര എന്ന് എഴുതി എവിടെയാണ്? ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് ശ്രീനാരായണ ഗുരു സമാധിയായിട്ട് കന്നി 5 ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയായിട്ട് ആചരിക്കുന്നത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി എവിടെയാണ്? വർക്കല. എവിടെയാണ്? വർക്കലയിലാണ്.